വാട്സപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ഫോണിലുള്ള സാധാരണ മെസ്സേജ് ഉപയോഗിക്കാറില്ല. ഓരോ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് 300 മുതൽ 3000 SMS പോലും ഫോണിൽ നിന്ന് സൗജന്യമായി അയക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എങ്കിലും നമ്മളൊന്നും അത് ഉപയോഗപ്പെടുത്താറേ ഇല്ല. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്ന മെസ്സേജ് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ സുഹൃത്തിനോ ബന്ധുവിനോ നിങ്ങളെ വിഷസ് അയക്കുന്ന സമയത്ത് ഇനി മുതലൊന്ന് വാട്സപ്പ് ഉപയോഗിക്കാതെ ഞാൻ പറയുന്ന വേർഡുകളൊന്ന് മെസ്സേജ് അയച്ച് നോക്കുക. മനോഹരമായ ഗ്രാഫിക്സിലൂടെയാണ് അവർക്ക് ആ മെസ്സേജ് കാണാൻ സാധിക്കുക. അങ്ങനെ നമ്മുടെ മെസ്സേജ് ആപ്ലിക്കേഷനകത്ത് വന്നിട്ടുള്ള മനോഹരമായൊരു ഫീച്ചറാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വീഡിയോയിൽ കാണാം. ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ ഗൂഗിളിൻ്റെ മെസ്സേജ് ആപ്ലിക്കേഷനിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ കമ്പനിയുടെ മെസ്സേജ് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിളിൻ്റെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാൻ ഫോണിലെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ തന്നെ മറ്റൊരു നമ്പറിലേക്ക് നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് മെസ്സേജ് അയച്ച് കാണിച്ചു തരാം. ഓക്കെ, സാധാരണ മെസ്സേജ് അയക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് അവർക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ ചില വേർഡുകൾ ഇതിൽ കാണിച്ചു തരാം. അത് മെസ്സേജിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആണ് ഒരു സുഹൃത്തിന് അയക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ എന്തും എഴുതാം. അവരുടെ പേരും വിവരങ്ങളൊക്കെ എഴുതിയിട്ട് നിങ്ങൾ ആ ഹാപ്പി ബർത്ത്ഡേ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഹാപ്പി ബർത്ത്ഡേ തൻസീർ എന്ന് എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് മെസ്സേജിൽ എന്തും ഉൾപ്പെടുത്താം. എന്നിട്ട് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ റിസീവ് അയാൾ മെസ്സേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആനിമേഷൻ സഹിതമായിരിക്കും അവർക്ക് ആ മെസ്സേജ് ഓപ്പൺ ആയി വരിക. ഇനി നിങ്ങൾ അയക്കുന്ന മെസ്സേജിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന ഇംഗ്ലീഷ് വാക്ക് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ മെസ്സേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റോക്കറ്റ് പോകുന്ന പോലെയുള്ള ഒരു ആനിമേഷനുമായിട്ടാണ് അവർക്ക് മെസ്സേജ് ഓപ്പൺ ആവുക. ഇനി നിങ്ങൾ അയക്കുന്ന മെസ്സേജിൽ സ്വീറ്റ് ഡ്രീംസ് എന്ന ഇംഗ്ലീഷ് വേർഡാണ് ഉൾപ്പെടുത്തുന്നതെങ്കിൽ ഇതുപോലെ ഒരു ആനിമേഷനിലൂടെയാണ് അവർക്ക് മെസ്സേജ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുക. ഇനി അഭിനന്ദനമൊക്കെ അയക്കുന്ന മെസ്സേജിൽ നിങ്ങൾ കൺഗ്രാജുലേഷൻസ് എന്ന് എസ് ഉണ്ട് അവസാനം, അങ്ങനെയാണ് മെസ്സേജ് അയക്കുന്നതെങ്കിൽ ആ റിസീവ് ആകുന്നവർ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മനോഹരമായിട്ടാണ് അവർക്ക് മെസ്സേജ് ഓപ്പൺ ആവുക. ഇനി മെസ്സേജിൽ ഹാപ്പി ദിവാലി എന്ന വേർഡ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇതുപോലെ പടക്കം പൊട്ടുന്ന തരത്തിലുള്ള ഒരു ആനിമേഷനിലൂടെയാണ് അവർക്ക് മെസ്സേജ് ഓപ്പൺ ആയി വരിക. ഇനി ഹാപ്പി ക്രിസ്മസ് അല്ലെങ്കിൽ മേരി ക്രിസ്മസ് എന്നൊക്കെ അയച്ചിട്ട് നമ്മൾ ക്രിസ്മസ് ആശംസയാണ് അയക്കുന്നതെങ്കിൽ ഇതുപോലെ ഗംഭീരമായൊരു ഗ്രാഫിക്സോട് കൂടിയാണ് അവർക്ക് മെസ്സേജ് ഓപ്പൺ ആയി വരിക. ഇതുപോലെ പല പ്രധാനപ്പെട്ട വാക്കുകളും നമ്മൾ ചേർത്ത് മെസ്സേജ് അയക്കുന്ന സമയത്ത് സുഹൃത്ത് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആനിമേഷനിലൂടെയാണ് ഓപ്പൺ ആവുക. അപ്പോൾ എല്ലാ വേർഡുകളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, എനിക്ക് പറ്റുന്ന പരമാവധി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കും ലഭിക്കുന്ന പ്രധാനപ്പെട്ട വാക്കുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് മറ്റുള്ളവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ബന്ധുവിൻ്റെയും സുഹൃത്തിൻ്റെയും ഒക്കെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അവർക്ക് ഇതുപോലെ മെസ്സേജ് അയച്ചാൽ സാധാരണ മെസ്സേജ് പോകുന്ന പോലെയാണ് പോവുക. അവർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ആനിമേഷനിലൂടെയൊക്കെ ലഭിക്കുമ്പോൾ അവർക്കും ഒരു കൗതുകമായിരിക്കും. നമുക്ക് നമ്മുടെ മെസ്സേജും ഉപയോഗിക്കാൻ സാധിക്കും. വെറുതെ കളയുന്ന മെസ്സേജ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ ടിപ്പാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അറ്റാക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.